ഓം ഗുരുവായൂരപ്പായ നമഃ. ഓം ഗുരുവായൂരപ്പായ നമഃ. ഓം ഗുരുവായൂരപ്പായ നമഃ. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 10 ശ്ലോകങ്ങൾ കുന്തി ദേവിയുടെ ജപിച്ചിട്ടു. ഇനി 11 തൊട്ടാണ് നമ്മൾ ജപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജപം എന്ന് പറയുന്നത് ഒരു സാധനയാണ്. അതുപോലെ തന്നെ അത് കേൾക്കുന്നത് വലിയൊരു സാധനയാണ്. കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയിലൂടെ കേൾക്കുന്നെങ്കിലും പതിയുന്നത് മനസ്സിലാണ്. അപ്പം ഫിൽട്രേഷൻ നടക്കുന്നത് മനസ്സിലാണ്. ഈ ഫിൽട്രേഷൻ നടക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ജപിക്കാൻ പറയുന്നതും കേൾക്കാൻ പറയുന്നതും. അതുകൊണ്ട് നമ്മൾ ആര് ജപിച്ചാലും അത് കേൾക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അവിടെ നമ്മളൊരു പിശുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അല്ലെ ഓരോ സെക്കൻഡും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വയം നമ്മൾ നഷ്ടപ്പെടരുത്. അതാണ് നമ്മുടെ ഋഷിവര്യന്മാർ പറയുന്നത്. ഭാഗവതം എടുത്ത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കേൾക്കുന്നത് എന്താ? കാണുന്ന ആ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അസാരേ സംസാരേ വിഷയ വിഷനു സങ്കുലതീയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുകനുഗാദാസുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജദകുപദേ കുൽസിതഗതേ പരീക്ഷി സാക്ഷി ശ്രവണഗതനു മുക്തിയുക്തിഗതനേ. ശ്രവണഗതനു ശ്രവിക്കാൻ, പരീക്ഷിച്ച് ഇത് ശ്രവിച്ചത് കൊണ്ടാണ് മോക്ഷം പ്രാപിച്ചത്. അല്ലെങ്കിൽ ആ മരണഭയത്തിൽ നിന്ന് തക്ഷകന്റെ ദംശനം ഏൽക്കും എന്നുള്ള ആ ഒരു തൻ്റെ ശരീരത്തിൽ നിന്ന് ആ ജീവാത്മാവ് പോകുമെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിച്ചത് ഇത് കേട്ടത് കൊണ്ടാണ്. അപ്പോൾ എത്രത്തോളം ഈ കേൾവിക്ക് പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഇത് വെറുതെ നമ്മൾ പറയുന്നത് കൊണ്ടല്ല. ഇത് പറയുമ്പോൾ അതിൻ്റെ അന്തസ്സത്തായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ടുള്ള മനസ്സിനെ പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ സാധിക്കണം. അതിന് ഗുരുക്കന്മാരിൽ നിന്നുള്ള അറിവ് നമ്മൾ ശേഖരിച്ചേ പറ്റൂ. ഗുരുക്കന്മാരെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, വേണ്ടിയ രീതിയിൽ അത് പറഞ്ഞു തരുന്നുണ്ട്. ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ വ്യാഖ്യാനം ചെയ്ത് ഗ്രഹിച്ചതിന് ശേഷം ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നുണ്ട്. സത്യാനന്ദ സരസ്വതി, അതുപോലെ ഉദിത് ചൈതന്യജി, എത്രയോ മഹാന്മാരുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രഭാഷണങ്ങളും ജപവും ഒക്കെ കേൾക്കുന്നത് കൊണ്ട് മനസ്സിന് ശക്തി കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ജീവിതത്തിൽ അതൊരു വലിയ കാര്യമല്ലേ. ഇവിടെ ജീവിക്കണമെങ്കിൽ മനഃശക്തി വേണം. മരിക്കണമെങ്കിൽ ജീവിക്കാനുള്ള ഭയം മതി. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലോ എവിടെ ചെന്ന് ജീവിക്കണമെങ്കിലും നമുക്ക് മനഃശക്തി വേണം, ധൈര്യം വേണം. ധൈര്യം കിട്ടണമെങ്കിൽ മനസ്സിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം സാധന അനുഷ്ഠാനങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ജീവിക്കാൻ യഥാർത്ഥമായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ജീവിക്കാം ഒരു പക്ഷേ. സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ഈ 3 അവസ്ഥകളാണ് നമ്മുടെ ഋഷിവര്യന്മാർ പറയുന്നത്. ഈ ആനന്ദത്തിലും ജീവിക്കാം, പരമാനന്ദത്തിലും ജീവിക്കാം, സച്ചിദാനന്ദത്തിലും നമുക്ക് ജീവിക്കാം. അതിനുള്ള കഴിവ് നമുക്കുണ്ട്. ഈ കഴിവിനെ തിരിച്ചറിയണം. ഈ കഴിവിനെ തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കഴിവ് ഗ്രഹിച്ച ആൾക്കാരുടെ അരിക്കൽ നിന്ന് അത് ഗ്രഹിക്കുക തന്നെ ചെയ്യണം.
ഈ കഴിവിനെ ഗ്രഹിച്ച ആൾക്കാരുടെ ആയിരിക്കും ഗ്രഹിക്കാതെ ഒരിക്കലും അത് കിട്ടില്ല. ശരിയാണോ? അപ്പൊ നമ്മുടെ ഋഷിവര്യന്മാര് നമ്മൾക്ക് ഏതാണ്ട് 11 ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളാ, അതായത് വേദങ്ങൾ, ഉപനിഷത്തുകളും അതുപോലെ തന്നെ മഹാഭാരതം, രാമായണം, ഭാഗവതം ഇത്യാദി ഗ്രന്ഥങ്ങളുടെ എല്ലാം കൂടെ കൂട്ടി ഒരു 11 ലക്ഷത്തിൽ പരം ശ്ലോകങ്ങൾ നമുക്ക് നമ്മുടെ ഋഷിവര്യന്മാർ തന്നിട്ടുണ്ട്. അതിലൊരു ശ്ലോകം മതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. നമ്മളത് വെറും തമാശ ആയിട്ട് കണക്കിലെടുക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ശ്ലോകത്തെ മുറുക്കെ പിടിച്ച് അതിൻ്റെ അന്തസ്സത്തായ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് ഗ്രഹിച്ച് പഠിച്ചാൽ ഈ ജീവിതത്തിൽ ഒരിക്കലും തളരേണ്ടി വരികയില്ല. അത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ജപിക്കാൻ പോകുന്നത് കുന്തി ദേവിയുടെ സ്തുതിയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്യേ ത്വാം കാലമീശാനം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനയന്മിധകലിഹ. ഇതിന്റെ വ്യാഖ്യാനം ചെറിയ രീതിയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതും കൂടെ ജപിക്കണം എന്ന് ഉദ്ദേശിക്കുന്നു. അങ്ങ് ആദിയും ബന്ധവുമില്ലാത്ത കാലസ്വരൂപനായ ജഗന്നിയന്താവും ജഗൽപ്രഭുവും ആണെന്നു ഞാൻ കരുതുന്നു. ആ നിലയിൽ അങ്ങ് എല്ലാവരിലും സമനാണ്. കാലം തന്നെയാണ് ജീവികൾക്കു തമ്മിൽ കലഹത്തിനു കാരണം. നവേദഗച്ഛിത് ഭഗവൻ ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം നായസ്യ ഗച്ഛിത് ദൈതോസ്തി ഹർഹിചിത് ദ്വേഷച്ച യസ്മിൻ വിഷമാമതിർനൃണാം. ഭഗവൻ അവതാരങ്ങളിൽ അങ്ങ് മനുഷ്യരുടെ രീതികൾ അനുകരിക്കുമ്പോൾ അങ്ങയുടെ ഉദ്ദേശ്യം എന്താണെന്ന് ആർക്കും അറിയാനാവുന്നില്ല. അങ്ങേക്ക് പ്രിയനായോ ദ്വേഷ്യനായോ ആരുമില്ല. മനുഷ്യരങ്ങയെ കരുതുന്നത് അവരുടെ ഭേദബുദ്ധി കാരണമാണ്. ജന്മകർമ്മം ച വിശ്വാത്മൻ അജസ്യാകർത്തുരാത്മനഃ തിരിംഋഷീഷു യാദസു തദന്ത്യന്ത വിഡംബനം. വിശ്വാത്മാവായ ഭഗവാൻ ആത്മാവായ അങ്ങേക്ക് ജന്മമോ കർമ്മമോ ഇല്ല തന്നെ. എന്നാലും മനുഷ്യർ, മൃഗങ്ങൾ, ഋഷിമാർ, യദുക്കൾ എന്നിവർക്കിടയിൽ അങ്ങ് വസിച്ചു എന്നതു വലിയ ലീല തന്നെ. ഗോപ്യാദദേ ത്വയി കൃതാഗസീധാമതാവത് യാദേ ദശാശ്രുകലിലാജനസംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാമാം വിമോഹയതി ധീരവിയത് ഭിഭേദി. ചെറിയ കുട്ടിയായിരിക്കവേ തൈർച്ചട്ടി ഉടക്കുക എന്ന കുറ്റം ചെയ്ത അങ്ങയെ കെട്ടുവാനായി യശോദയ കയറെടുത്തപ്പോൾ ഒരു ഒഴുകുന്ന കണ്ണുനീരാൽ കണ്ണുകളിൽ എഴുതിയ മഷി കലങ്ങി പരിഭ്രമം കാണിക്കുന്ന കണ്ണുകളോടെ മുഖം താഴ്ത്തി ഭയത്തോടെ നിൽക്കുന്ന അങ്ങയുടെ രൂപം എന്നെ മോഹിപ്പിക്കുന്നു. കാരണം ഭയം പോലും അങ്ങയെ പേടിച്ചാണല്ലോ ഇരിക്കുന്നത്. കേചിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യദോഹ പ്രിയസ്യാനുവായേ മലസ്യേവ ചന്ദനം
ജനനമില്ലാത്തവനായ അങ്ങ് പ്രിയനായ യദുവിന്റെ കുലത്തിൽ മലയപർവ്വതത്തിൽ ചന്ദനമരണമെന്ന പോലെ ജനിച്ചത് ആ കുലത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കാനാണെന്ന് ചിലർ പറയുന്നു. സത്യത്തിൽ ഇത് ഭയങ്കര അർത്ഥമാണ്. അത് പിന്നീട് നമുക്ക് ഓരോ ശ്ലോകങ്ങളും കുറേശ്ശെ നമ്മുടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ അന്തസത്ത് കുറേശ്ശെ നമുക്ക് മുന്നോട്ട് പിന്നെ വായിച്ച് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറയാം എന്ന് ഉദ്ദേശിക്കുന്നു. കാരണം അത്രയും ഡെപ്താണ് ഓരോ കുന്തിദേവിയുടെ ഓരോ സ്തുതികൾ. അപരേ വസുദേവസ്യ ദേവക്യാം യാജിതോഭ്യഗാത് അജത്വമസ്യ ക്ഷേമായ വധായ ച സുരദ്വിഷാം. ജനനമില്ലാത്ത അങ്ങ് ലോകക്ഷേമത്തിനു ദേവശത്രുക്കളുടെ നാശത്തിനുമായി വസുദേവ പത്നിയായ ദേവകിയിൽ അവരുടെ പൂർവജന്മത്തിലെ പ്രാർത്ഥനയുടെ ഫലമായി അവതരിച്ചു എന്ന് മറ്റു ചിലർ പറയുന്നു. ഭാരാവതരണായ അന്യേ ഭുവോ നാവ യോദദൗ സീതന്ത്യാ ഭൂരിവാരേണ ജാതോ ഹ്യാത്മഭുവാർത്തിതഃ. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഭാരം കവിഞ്ഞ് കടലിൽ മുങ്ങാൻ പോകുന്ന തോണി പോലെയായ ഭൂമിയുടെ ദുഷ്ടന്മാരുടെ രൂപത്തിലുള്ള ഭാരത്തെ അകറ്റുന്നതിനാണ് ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയനുസരിച്ച് അങ്ങു ജനിച്ചത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരിയോം തത്സത്. ഹരിയോം തത്സത്. ഹരിയോം തത്സത്.